അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി അദ്ദേഹം ഖുർആനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ച സംഗതി ഷേബ രാജ്ഞിയെ, യമനിലെ സബ പ്രദേശത്തെ രാജ്ഞിയെ സംബന്ധിച്ചുള്ള ഖുർആൻ്റെ പരാമർശമാണ്. ഇതും ബൈബിളിൽ നിന്ന് എടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ പരിഹസിക്കുന്നുണ്ട്. എന്താ പരിഹാസം എന്നല്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മരംകൊത്തി വിവരം നൽകി. ഇതെന്തോ ഒരു അസാധ്യമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മളുടെ ജബ്ബാർ മാഷ് അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആന് അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ ആളുകളോട് പറയേണ്ടത് വല്ലിംന മന്തിഖത്തൈരി, പക്ഷിയുടെ ഭാഷ നമ്മൾക്ക് അറിയാം. പക്ഷിയുടെ ഭാഷ മാത്രമല്ല, ഉറുമ്പിൻ്റെ ഭാഷ പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നും ഇത് പരാമർശിച്ച അതേ സൂറത്തിൽ അധ്യായത്തിൽ പറയുന്നുണ്ട്. കാരണം അത്തായിദാ അത്തൗല വാദിൻ നംലി കാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനക്കും. അവർ ഒരു താഴ്വാരത്തിലെത്തി. അവർ ഉറുമ്പൻ കൂട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കൂട്ടത്തിലൊരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, ഉറുമ്പുകളെ വേഗം മാളത്തിലേക്ക് പോയിക്കൊള്ളുക, സുലൈമാനും പരിവാരവും വരുന്നുണ്ട്, അവർ നിങ്ങളെ ചവിട്ടി അരച്ചു പോകും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മാഷിക്ക് എന്തോ ഒരു അത്ഭുതമുള്ള, സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതി, അസാധ്യമായൊരു സംഗതി എന്നുള്ള ആൾക്കാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഏത് യുഗത്തിലാണ് ജീവിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇന്ന് പക്ഷിയുടെ ഭാഷ പഠിച്ചെടുക്കുകയും പക്ഷികൾ എങ്ങനെയൊക്കെയാണ് ആശയവിനിമയം നടത്തുന്നതെന്നും അവരുടെ ഓരോ ശബ്ദത്തിലും എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവയുടെ ഇണകളോട് അവർ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ളതെന്ന് മനുഷ്യൻ പഠിച്ചെടുത്തിട്ടുള്ളൊരു സംഗതിയാണ്. ഇവിടെ ഖുർആൻ്റെ അധ്യാപനം അനുസരിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അള്ളാഹു അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ പക്ഷിയുടെ ഭാഷയും ഉറുമ്പിൻ്റെ ഭാഷയും ഒക്കെ. അത് വിടാം, കാരണം ജബ്ബാർ മാഷക്ക് അത് സ്വീകാര്യമാവില്ല. കാരണം അല്ലല്ലോ, അതുകൊണ്ട് തന്നെ വഹി ഉണ്ടാവില്ല, പ്രവാചകന്മാരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും ആധുനിക സമൂഹം പരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നീണ്ടകാലത്തെ പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷികളുടെ ഈ സംസാരവും അവയുടെ ആശയവിനിമയ രീതിയും എന്നുള്ളതൊക്കെ അംഗീകരിക്കപ്പെട്ടൊരു സംഗതിയാണ്. അതുപോലും മറന്നുകൊണ്ടാണ് അദ്ദേഹം ഖുർആനെ പരിഹസിക്കുന്നത്. മരംകൊത്തി വിവരം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഷേബാരാജ്ഞിയുടെ സിംഹാസനം, സുലൈമാൻ നബി അലൈഹിസ്സലാം ആ സിംഹാസനം തൻ്റെ അടുത്ത് കൊണ്ടുവരാൻ ആരാണുള്ളത് എന്ന് ജിന്നുകളോട് ചോദിച്ചപ്പോൾ ഒരു ജിന്ന് ഞാനത് കൊണ്ടുവരാമെന്ന് പറഞ്ഞതായിട്ട് ഖുർആൻ സൂറത്ത് നംലിൽ പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ളത് സിംഹാസനം പോയിട്ട് കൊട്ടാരമാക്കി മാറ്റിയുള്ള. അപ്പോൾ എന്താണ് താൻ പറയുന്നത്? അപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ ഇത് നാക്കുപിഴ എന്ന് പറയാം. പക്ഷേ നാക്കുപിഴ എങ്ങനെ സംഭവിക്കാം? വസ്തുതകളായി പരാമർശിക്കുന്നതിന് പകരം അത് വളച്ചൊടിക്കുമ്പോൾ അത് കേവലം ഒരു നാക്കുപിഴയായിട്ട് കാണാമെന്നുള്ളത് പ്രയാസമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സിംഹാസനം കൊട്ടാരമായി രൂപാന്തരപ്പെടുക? ഇതാണ് നമ്മളുടെ മാഷ് വ്യക്തമാക്കേണ്ടത്. അതേ ഖുർആനിൽ എന്താണ് പഠിച്ചത് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം അവിടെ ഖൽഅ എന്നാണോ ഖുർആനിൽ വായിച്ചിട്ടുള്ളത്, അതോ അർശ് എന്നാണോ? അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ഖൽഅ എന്നാണെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ കോട്ടാന്നോ അല്ലെങ്കിൽ കസർ എന്നാണെങ്കിൽ കൊട്ടാരം എന്നൊക്കെ പറയാമായിരുന്നു. ഇവിടെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. അവരെൻ്റെ അടുത്ത് വരുന്ന, അതായത് യമനിലെ സബയിൽ നാട്ടിലെ രാജ്ഞി രാജ്ഞിയും പരിവാരവും എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം ആരാണ് കൊണ്ടുവരാമെന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സിംഹാസനത്തെ അദ്ദേഹം കൊണ്ടുപോയിട്ട് ജിന്നുകൾ കൊട്ടാരം ഇവിടെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി യഥാർത്ഥത്തിൽ കൊട്ടാരം മാറ്റുക അല്ലെങ്കിൽ എന്നുള്ളത് ഇന്ന് വലിയ അത്ഭുതമുള്ള അല്ലെങ്കിൽ അസാധ്യമായിട്ടുള്ള സംഗതിയാണോ? ഇന്ന് ആധുനിക സമൂഹം വീട്, ഒരു വലിയ കെട്ടിടം
അതൊക്കെ ഉയർത്തി സംവിധാനിക്കുന്ന പിന്നെ ടെക്നിക്കൊക്കെ അന്ന് കണ്ടെത്തുകയും അതിന്ന് സാധാരണയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഈ കൊട്ടാരമാണ് എന്ന് വന്നാൽ തന്നെ ഇതിൽ യഥാർത്ഥത്തിൽ അത്ഭുതത്തിന് അവകാശമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ കൊട്ടാരമല്ല, സിംഹാസനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സിംഹാസനവും കൊട്ടാരവും ഇടകിടക്കണ്. അപ്പോൾ നമ്മളെ മാഷക്ക് യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ചൊന്നും പിടിപാടില്ല എന്ന് മാത്രമല്ല, എന്താണ് ഈ പറയണത് എന്നുള്ള ശരിക്കുള്ളൊരു ബോധം പോലും ഇല്ലാതെയാണ് അദ്ദേഹം ഖുർആൻ അതിൽ പിച്ചും പെയ്യൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനാകെയിൽ അദ്ദേഹത്തിൻ്റെ ഖുർആനെ തകർക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ധർമ്മം, ജീവിതധർമ്മം നിർവഹിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്ത് കള്ളത്തരം പറഞ്ഞിട്ടാണെങ്കിലും എന്ത് അസംബന്ധങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അത് അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കും. നടക്കട്ടെ എന്ന് നമ്മൾക്ക് പറയാം. പക്ഷേ ഇത്രയും കാലം കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക് അദ്ദേഹത്തിന് കുറച്ചൊക്കെ സത്യസന്ധത ഇത്തരം സംഗതിയിൽ പുലർത്താമായിരുന്നു എന്ന് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളൂ. ഭാവിയിലെങ്കിലും അദ്ദേഹം ഇത് ശ്രദ്ധിക്കണം എന്നുകൂടി അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തോട് ഉപദേശിക്കല്ല, കാരണം ഉപദേശിക്കാൻ നമ്മളാരുമല്ലല്ലോ. കാരണം മൂപ്പർക്ക് ഖുർആനെ തകർന്ന് കാണാനാണ് അയാളുടെ ഇഷ്ടം. അപ്പോൾ ഇത് സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പറയണം. ഇതൊന്നും യഥാർത്ഥത്തിൽ ഇദ്ദേഹം കണ്ടെത്തണവുമല്ല. അത് ഓറിയൻ്റലിസ്റ്റുകൾ ഇസ്ലാമിനെതിൽ പണ്ട് എഴുതി വെച്ച സംഗതികൾ ഇയാളിങ്ങനെ വായിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലെ സത്യം എന്താണ് അസത്യം എന്താണെന്നൊന്നും പരതേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാധിക്കണമെങ്കിൽ അങ്ങനെയാണല്ലോ. കാർൽ മാർക്സിൻ്റെ തത്വമാണ് ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നുള്ളത്. അതാണ് ഇദ്ദേഹം ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കാനുള്ളതാണ്. അത് സാധിക്കാൻ വേണ്ടി എന്ത് കളവും പറയാം, എന്ത് വിഡ്ഢിത്തവും പറയാം. പക്ഷേ മാഷെപ്പോലുള്ള ആളുകളും മനസ്സിലാക്കേണ്ടത് അവർ എത്ര ജന്മം കൊള്ളുകയും ആ ജന്മത്തിലൊക്കെയും ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്താലും അവരുടെ ഈ താല്പര്യം, അവരുടെ ഈ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ലോകത്ത് ഇന്നും ഇസ്ലാം അത് വളരെ ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് ആഗ്രഹമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ചില സംഗതി നടത്താം. പക്ഷേ അതിൽ പരാജയപ്പെട്ടുകൊണ്ടേ അവർക്ക് ഈ ലോകത്തോട് വിട പറയാൻ കഴിയുള്ളൂ എന്നുള്ളത് കട്ടായമാണ്. അതുകൊണ്ട് അദ്ദേഹം പറ്റുമെങ്കിൽ ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും തുടങ്ങുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് എന്ന് അഭിപ്രായപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.